ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട്? ഞാനിപ്പോഴും എയറിൽ തന്നെയാണ്. കുറച്ച് നാളുകളായിട്ട് എയറിലാണ്. ഇതിനു മുമ്പ് കൃപാസനക്കാരെല്ലാം കൂടി എന്നെ എയർ കയറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് താഴേക്കൊന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്കുമാണ് ഇപ്പോഴത്തെ ഒരു ചെറിയ കാര്യം പറഞ്ഞുള്ളൂ. ഓസ്ട്രേലിയ ക്രിസ്ത്യൻ കൺട്രി അല്ല, അതൊരു സെക്കുലർ കൺട്രിയാണെന്ന് പറഞ്ഞതിന് ഇപ്പോൾ ഇവരെല്ലാം കൂടി എന്നെ വീണ്ടും എയർ കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാം, ഞാനിതിൻ്റെ വലിയ ഒരു സ്റ്റഡിയൊന്നും നടത്തിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്കുമാണ് അതിൻ്റെ ആ ഒരു കാര്യം കണ്ടത്. ഇപ്പം നിങ്ങൾ ഈ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പലരും അത് ഗൂഗിൾ ചെയ്ത് കാണുമായിരിക്കും. അപ്പം അത് ചെയ്യാൻ തന്നെ കാരണം ഇതിനു മുമ്പൊക്കെ ഇട്ട പല വീഡിയോകൾ, അതായത് ഇവിടെ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് പ്രദക്ഷിണം നടത്തുന്നതിനെതിരെയൊക്കെ ഞാൻ 1-2 വീഡിയോ ഇട്ടതിൻ്റെ അടിയിലെല്ലാം വന്നിട്ട് ഇവർ പറയുന്നത് ക്രിസ്ത്യൻ കൺട്രിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് ഓസ്ട്രേലിയ ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ഇത് പ്രദക്ഷിണമൊക്കെ നടത്താമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തു, ഇത് ക്രിസ്ത്യൻ കൺട്രി എന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഞാനിത് ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയത്. അന്നേരമാണ് എനിക്കത് മനസ്സിലായത്. അതായത് 50% പോലും ക്രിസ്ത്യാനികളില്ലാത്ത ഒരു രാജ്യത്ത്, ആ രാജ്യത്തിനെ ക്രിസ്ത്യൻ കൺട്രി എന്ന് അറിവില്ലായ്മ കൊണ്ട് വിളിക്കുന്നതാണോ അതോ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതൊക്കെയായാലും നനഞ്ഞിറങ്ങി, എന്നാൽ പിന്നെ കുളിച്ച് കയറിയേക്കാമെന്ന് ഓർത്ത് ഞാനിതിനെപ്പറ്റി ഒരു ചെറിയ സ്റ്റഡി നടത്തി. ഇപ്പോൾ ഓസ്ട്രേലിയയെ പറ്റി അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് പറയാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു സെൻസസ് നടന്നത്. അടുത്ത വർഷമാണ് 2026. ആ സെൻസസ് വരുമ്പോഴത്തേക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം അറിയാം. ഈ 2021 കണക്കാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയെ പറ്റിയുള്ളത്. കേട്ടു നോക്കിയോ. അക്കോർഡിംഗ് ടു ദ 2021 സെൻസസ്, about 44 of Australians identified as Christians. എന്ന് പറഞ്ഞാൽ 100%-ൽ 44% ആൾക്കാരേ ഉള്ളൂ ക്രിസ്ത്യൻ എന്ന് എഴുതി കൊടുത്തിട്ടുള്ളൂ, ക്രിസ്ത്യാനികളായിട്ടുള്ളൂ. However, the number of people identifying with no religion has been rising, reaching around 39%. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഓസ്ട്രേലിയയിലുള്ള 39% ആൾക്കാർ നോ റിലീജിയൻ എന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തതൊക്കെ ഞാനുമൊക്കെ അങ്ങനെയാണ് എഴുതാൻ പോകുന്നത്. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. അപ്പം നോ റിലീജിയൻ ഉള്ള 39% ആൾക്കാർ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിനകത്ത് ഈ ക്രിസ്ത്യൻസ് വെറും 44%-മേ ഉള്ളൂ. അപ്പം 50% പോലും ക്രിസ്ത്യൻ അല്ലാത്ത ഈ കൺട്രീനെയാണ് നമ്മൾ ക്രിസ്ത്യൻ കൺട്രിയാണെന്ന് മലയാളികളായിട്ടുള്ള ക്രിസ്ത്യൻസ് എല്ലാം കൂടി പറയുന്നത്. അതിനെ ഒന്ന് ചോദ്യം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതർ റിലീജിയൻസ് സച്ച് ആസ് ഇസ്ലാം, ഹിന്ദുയിസം, ബുദ്ധിസം ആൻഡ് സിഖിസം ആർ ഓൾസോ ഗ്രോയിങ് ഡ്യൂ ടു ഇമിഗ്രേഷൻ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. മനസ്സിലായില്ലേ? ഇമിഗ്രേഷൻ നടത്തുന്നത് കൊണ്ട് ഹിന്ദുയിസം, ബുദ്ധിസം, സിഖിസം, ഇസ്ലാം അങ്ങനെയുള്ള റിലീജിയനുകളും വളരുന്നുണ്ട്. ഇനി സോഷ്യൽ ഐഡൻറ്റിറ്റി, കൺട്രിയുടെ സോഷ്യൽ ഐഡൻറ്റിറ്റിയെ കുറിച്ച് പറഞ്ഞേക്കുന്നത്, വൈൽ മെനി കൾച്ചറൽ ട്രഡീഷൻസ് ലൈക്ക് ക്രിസ്മസ് ആൻഡ് ഈസ്റ്റർ ഹോളിഡേയ്സ് ഹാവ് ക്രിസ്ത്യൻ റൂട്ട്സ്, they are celebrated broadly in a more secular way across society. So, Australia is better described as a multicultural, secular country with a Christian heritage rather than a Christian country. അതാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കൺട്രി എന്ന് പറയുന്നതിനേക്കാൾ ക്രിസ്ത്യൻ ഹെറിറ്റേജ് ഉള്ള, പഴമയുള്ള ഒരു കൺട്രി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. മൾട്ടി കൾച്ചറൽ ആൻഡ് സെക്കുലറിസവും ഉള്ള, ക്രിസ്ത്യൻ ഹെറിറ്റേജോട് കൂടിയിട്ടുള്ള ഒരു കൺട്രി ആണ് ഓസ്ട്രേലിയ. ഇതുപോലെ തന്നെയാണ് പല കൺട്രികളും. നിങ്ങൾ ക്രിസ്ത്യൻ കൺട്രി എന്ന് പറയുന്നതിന് മുമ്പ് ആദ്യമേ ഒരു ചെറിയ സ്റ്റഡി നടത്തിയിട്ട് ഇതിനെപ്പറ്റി പറയുന്നതായിരിക്കും അഭികാമ്യം.
പിന്നെ ബാക്കിയുള്ള റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം 3.2% ഉള്ളൂ, ഹിന്ദുയിസം 2.7%, ബുദ്ധിസം 2.4%. ഇതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പലരും പറഞ്ഞ് എനിക്ക് വട്ടാണ്, എനിക്ക് അറിയത്തില്ല, മറ്റേതാണെന്ന് വെച്ചാൽ, പക്ഷെ നമ്മൾ ഈ സ്റ്റഡീസ് വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത് ഇന്നലെ. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പിന്നെ ഇന്ത്യ ഒരു ഹിന്ദു കൺട്രി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു ഹിന്ദു കൺട്രി ആണോ? നിങ്ങൾ പറ. ഇന്ത്യയിൽ ഭൂരിപക്ഷം ആൾക്കാർ ഹിന്ദുക്കളാണെന്നേ ഉള്ളൂ, പക്ഷേ ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. സെക്യുലറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പദം അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് ആർക്ക് വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള റിലീജിയൻ സ്വീകരിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനുമായിട്ട് ഇന്ത്യയിലും ഓസ്ട്രേലിയ പോലെ തന്നെ അലൗഡാണ്. നമുക്ക് ആ ഒരു നിയമം തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഇവിടെയുള്ള ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ക്രിസ്ത്യൻ ഡോമിനേഷൻ ഉണ്ടെങ്കിലും, ക്രിസ്ത്യാനികൾ അവിടെ കൂടുതലുണ്ടെങ്കിൽ പോലും സെക്യുലറിസമാണ് അവർ മുമ്പോട്ട് വെക്കുന്ന പല രാജ്യങ്ങളും മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ന്യൂസിലൻഡ്, കാനഡ, അമേരിക്ക, ഇങ്ങനെയുള്ള കൺട്രികളിലെല്ലാം. പിന്നെ ഇതിനകത്ത് ഇവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ വാല്യൂസിനെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഇവരിവിടുത്തെ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കൺട്രി ക്രിസ്ത്യൻ കൺട്രി എന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തി നോക്കേണ്ടതാണ്. ഇപ്പം നമുക്ക് സൗദി അറേബ്യ ഒരു മുസ്ലിം കൺട്രി അല്ല ഒരു ഇസ്ലാമിക് കൺട്രി എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അതിനകത്ത് 2-3 ഘടകങ്ങളുണ്ട് അങ്ങനെ പറയാനായിട്ട്. ഒന്ന്, അവിടെ അനുവർത്തിച്ചു വരുന്ന നിയമങ്ങൾ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഷെറിയ ലോയാണ്. ആ ഷെറിയ ലോയ്ക്കനുസരിച്ചാണ് ആ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ. അപ്പം അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഓസ്ട്രേലിയയുടേത്, അല്ലെങ്കിൽ ഈവൻ ഇന്ത്യയുടേത്. സെക്യുലറായിട്ട് ഉള്ള ഒരു കൺട്രിയുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു മത പുസ്തകത്തിൻ്റേതല്ലാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് ആ മതത്തിൻ്റെ പേരിലായിരിക്കില്ല ആ കൺട്രി അറിയപ്പെടേണ്ടത്. അതൊരു സെക്യുലർ കൺട്രി എന്നായിരിക്കണം അറിയപ്പെടേണ്ടത്. തന്നെയല്ല, സൗദി അറേബ്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ മുസ്ലിമുകളാണ്, അല്ലേ? മുസ്ലിം മതത്തിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരും ഇസ്ലാം പിന്തുടരുന്നവരുമാണ്. അപ്പം അങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടുത്തെ നിയമം, അവിടുത്തെ ഏറ്റവും വലിയ ബുക്ക് എന്ന് പറയുന്ന ഖുറാൻ, അങ്ങനെ ഇസ്ലാമിൽ ബേസ് ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ഭരണഘടനയും കാര്യങ്ങളും അവിടെ ഉള്ളത് കൊണ്ട് നമുക്കതൊരു മുസ്ലിം കൺട്രി എന്ന് പറയാം. പക്ഷെ ഓസ്ട്രേലിയയിൽ ബൈബിളിൽ നിന്നുള്ള ഏതാനും കുറച്ച് കാര്യങ്ങൾ, സെക്യുലറിസം, അതുപോലെ തന്നെ ദയ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഗുഡ് സമരിയേറ്റൻ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ബൈബിളിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പോൾ ഷെറിയ ലോ പോലെയുള്ള ഒരു ലോയിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഓസ്ട്രേലിയ ചലിക്കുന്നത്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയ ഒരു ക്രിസ്ത്യൻ കൺട്രി അല്ല എന്ന് ഞാൻ പറഞ്ഞത്. തെറ്റാണോ ശരിയാണോ നിങ്ങൾ വിലയിരുത്തിക്കോ. താങ്ക് യു.